മഴ അങ്ങനെ പുറത്ത് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കടിച്ചു പറിക്കാൻ ഒന്നില്ലേ എന്നങ്ങ് ശങ്കിച്ച് നിൽക്കായിരുന്നു. ഉടനെ വിളിച്ചു ഫോണിൽ ഇതാ മുറ്റത്തെത്തി നമ്മുടെ ചിക്കൻ കേട്ടോ. അങ്ങനെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു മടി പിടിച്ച ദിവസമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് എളുപ്പത്തിലുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നാക്കി നുറുക്കിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഉരുളി ചൂടാക്കിയിട്ടുണ്ട്. ഉരുളിയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് കളർ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് മസാലപ്പൊടിയുടെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ തന്നെ ഒരു വലിയ തക്കാളി ചെറുതായി ഒന്ന് കഷ്ണിച്ചതും പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നിറയെ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആവശ്യത്തിൽ അതേ കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ പാകത്തിന് വെള്ളം കൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം മാത്രം മതി നമ്മുടെ ചിക്കൻ വേകാനായിട്ട് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന ചിക്കനിലോട്ട് നമ്മൾ നേരത്തെ തന്നെ നന്നാക്കി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു 10-20 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റി ഉരുളക്കിഴങ്ങൊക്കെ നല്ല പോലെ വെന്ത് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു അരമുറി തേങ്ങാപ്പാൽ കൂടി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. എല്ലാം കൂടെ യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിഡിലൻ ഒരു ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എളുപ്പത്തിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിൻ്റെ ഒക്കെ കൂടെ കിഡിലൻ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ ചിക്കൻ കടിച്ചു പറിച്ചില്ല എന്നുള്ളൊരു വിഷമമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് ചോറിനിട്ട് കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.